Hi everyone. Enduvarallu, how are you all? I'm so happy to be here with you all. Welcome back to my YouTube channel. Let me start with a story today. ഒരു ഫാർമർ അദ്ദേഹം വലിയൊരു ധനികനായിരുന്നു. അദ്ദേഹത്തിന് കുറെ എസ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോ മരങ്ങൾ ഇടയ്ക്ക് വളരുമ്പോൾ ആ മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പൊ അദ്ദേഹം നോക്കിയപ്പോ ഡെപ്യൂട്ടി ആൾക്കാരെ മരം മുറിക്കണമല്ലോ. അപ്പൊ പണ്ടത്തെ കാലമാണ് കേട്ടോ. ഇന്നത്തെ കാലമാണെങ്കിൽ മുറിക്കാൻ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ജാക്ക് എന്ന് പറഞ്ഞ ഒരാളെ നിയമിച്ചു. ജാക്ക് നിയമിക്കാൻ കാരണം ജാക്കിന് നല്ലൊരു മസിൽമാനാണ്, നല്ല ഫിഗർ ഉണ്ട്, നല്ല ശക്തിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ നിയമിച്ചു. അപ്പൊ അദ്ദേഹത്തിന് മരം മുറിക്കാൻ ആക്സ് വേണമല്ലോ. ആക്സ് വെച്ചിട്ട് മരം മുറിക്കാൻ തുടങ്ങി. അങ്ങനെ മരം മുറിച്ച് അദ്ദേഹം എല്ലാ ദിവസവും വൈകുന്നേരം മരത്തിന്റെ കണക്ക് വെച്ചിട്ടാണ് പേയ്മെന്റ് നടത്തുന്നത്. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ പോയപ്പോ ഇടയ്ക്ക് വെച്ചിട്ട് അദ്ദേഹത്തിന് തോന്നി പോരാ, കുറച്ചും കൂടി സ്പീഡിൽ കാര്യങ്ങൾ നടക്കണം, ഒരാളെ കൂടി നിയമിക്കാം എന്ന് അദ്ദേഹം തീരുമാനം എടുത്തപ്പോൾ ജിൽ എന്ന് പറഞ്ഞൊരു വ്യക്തി കൂടി നിയമിച്ചു. ജില്ല് വാസ് നോട്ട് എ മസിൽ മാൻ ബട്ട് ഓർഡിനറി പേഴ്സൺ. അപ്പൊ ജില്ലിനോട് പറഞ്ഞു, ഓക്കെ നീ തുടങ്ങിക്കോ, കാരണം എനിക്കിത് പെട്ടെന്ന് തീരണം. അങ്ങനെ ജില്ലും ആ ഏരിയയിൽ തന്നെ വേറൊരു സ്ഥലത്ത് നിന്ന് മരം മുറിക്കാൻ തുടങ്ങി. ഇവര് പുള്ളി കാണുന്നില്ല, മരം മുറിക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും മരം മുറിച്ചു തുടങ്ങി. ഒരു ദിവസം കഴിഞ്ഞപ്പോ രണ്ടാമത്തെ ദിവസം മുതല് ജാക്ക് നോക്കുമ്പോ ഒരു അരമണിക്കൂർ കഴിയുമ്പോ ജില്ലിന്റെ ഭാഗത്തുനിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അപ്പൊ ജാക്ക് വിചാരിച്ച ഒരു ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഇദ്ദേഹം ക്ഷീണിച്ചോ, വയ്യാതെയായോ, ഞാന് നല്ല മസിൽമാനാണല്ലോ എന്ന് അദ്ദേഹം തന്നെ സ്വയം ഒന്ന് ആലോചിച്ചു. പക്ഷെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അപ്പൊ അരമണിക്കൂർ കൂടുമ്പോൾ അവിടെ നിർത്തി വെക്കുന്നുണ്ട് ഒരു 10 മിനിറ്റ്. അപ്പൊ എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അങ്ങനെ മരം മുറിച്ച് എല്ലാ ദിവസവും കണക്ക് നോക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഉടമസ്ഥന് കുറച്ച് അത്ഭുതമായി. എന്താണ് അത്ഭുതം? ജാക്ക് മുറിക്കുന്ന മരത്തിന്റെ നമ്പേഴ്സിനെക്കാട്ടി ഡബിളോ ട്രിപ്പിളോ ജില്ല് മുറിക്കാൻ തുടങ്ങി. അപ്പൊ അത് ആലോചിച്ചിട്ട് ഒരു പിടി കിട്ടുന്നില്ല. അപ്പോ ഇദ്ദേഹം ജാക്കിനോട് പറഞ്ഞു, ജാക്കെ നീ മുറിക്കുന്ന മരത്തിന്റെ ഡബിള് ഇടയ്ക്ക് ട്രിപ്പിള് ഒക്കെ അദ്ദേഹം മുറിച്ച് കളയുന്നുണ്ട്, മുറിച്ച് വിടുന്നുണ്ട്. അപ്പൊ എന്താ അതിന്റെ ഒരു സൂത്രം എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞപ്പോ ജാക്ക് വിചാരിച്ചു, ഞാൻ 24 മണിക്കൂറും നല്ലപോലെ ജോലി ചെയ്തിട്ട് പിന്നെന്താ ഇങ്ങനെ. അപ്പൊ അവസാനം ജാക്ക് തീരുമാനിച്ചു ജില്ലിനോട് പോയി ആ ഉപദേശം തേടിക്കളയാൻ. അറിയണല്ലോ കാര്യം. ജില്ലിനോട് ചോദിച്ചു, എന്താ നീ ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു 10 മിനിറ്റ് നീ റെസ്റ്റ് എടുക്കുകയാണോ? ഞാൻ ആദ്യം വിചാരിച്ചു നീ ക്ഷീണിച്ചിരിക്കുകയെന്ന്, അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ലല്ലോ, ഞാൻ നിർത്തുമ്പോ കുറച്ച് റെസ്റ്റ് ഉണ്ട്, പക്ഷെ കൂടുതൽ സമയം ഞാൻ മഴുവിനെ ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ പറയില്ലോ കത്തിരാകുക എന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, നല്ല മൂർച്ചയാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ആക്സിനെയും ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ പിന്നെ അറിഞ്ഞൂടെ, പ്രൊഡക്ടിവിറ്റി കൂടുതലുള്ളൂ. സോ ദിസ് ഇസ് ദ സ്റ്റോറി ആക്ച്വലി. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് ഷാർപ്പണിങ് യുവർ ആക്സ്. ഇത് നമ്മുടെ ജീവിതമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം? നമ്മൾ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, നമ്മൾ കാര്യങ്ങൾ നടത്തുന്നുണ്ട്, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പല പല പ്രൊഫഷനിലുള്ളവരും ജോലി ചെയ്യുന്നുണ്ട്. ആർ യു ഷാർപ്പണിങ് യുവർ സെൽഫ്? നമുക്ക് രാകാൻ പറ്റില്ലെങ്കിലും what do you mean by sharpening in our life? It's called refining. Are you refining yourself in all the category? സ്കില്ലിൽ റിഫൈനിങ് വേണം, നമ്മുടെ മനസ്സിൽ റിഫൈനിങ് വേണം, നമുക്ക് പോസിറ്റീവ് അപ്രോച്ച് വേണം, കാഴ്ചപ്പാട് മാറണം. റിഫൈനിങ് എപ്പോഴും നമുക്ക് വളരെ ആവശ്യമാണ്. പല ആൾക്കാരും പറയും, ഇഫ് യു ഹാവ് ഗോട്ട് എ മെന്റർ എന്താ? ഉപദേശകൻ എങ്ങനെയായിരിക്കണം? നമ്മുടെ തിങ്കിങ് ലെവലിനെക്കാട്ടി മുകളിൽ തിങ്കിങ് ലെവലിലുള്ള ആൾക്കാരായാലേ നമ്മൾ ഉപദേശകനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ താഴെ ചിന്തിക്കുന്ന ആളുമായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പ്രശ്നത്തിലാവും. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാര്, മൈക്രോസോഫ്റ്റിന്റെ ബിൽ ഗേറ്റ്സും എല്ലാവരും ഇപ്പൊ വിജയിച്ചുകൊണ്ടിരിക്കില്ല. അവർക്ക് നമ്മളാലോചിക്കുക, അവരാരും ഉപദേശിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോഴും മൈക്രോസോഫ്റ്റ് എല്ലാവർക്കും ഉപദേശകനുണ്ട്, മെന്റേഴ്സ് ഉണ്ട്. ഏതൊരു വ്യക്തി ബിൽ ഗേറ്റ്സ് തോടും രാവിലെ എക്സസൈസിൽ ഓടുണ്ടോ, ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മെന്റർ ജോയിൻ ചെയ്യുക. ഓട്ടത്തിന്റെ ഇടയിലാണ്
അദ്ദേഹം ഉപദേശം തേടുന്നത്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇനി വരുത്തണം, എന്തൊക്കെ റിഫൈനിങ് അദ്ദേഹം വരുത്തണം എന്നൊക്കെ ചർച്ച ചെയ്യുന്നത് ആ സമയത്ത് അത്രേ. നമ്മളങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ? നമ്മൾ എപ്പോഴും ആലോചിക്കും നമ്മൾ ചെയ്യുന്നത് ശരിയാണ്. നമുക്കെപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് 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 എന്ന് നമുക്ക് തോന്നും. പക്ഷെ വി ഹാവ് ടു റിഫൈൻ. സ്കിൽസിനെ റിഫൈൻ ചെയ്യുന്ന പോലെ തന്നെ മനസ്സിനെ റിഫൈൻ ചെയ്യണ്ടേ? നമ്മൾ രാവിലെ എന്താ ചെയ്യുന്നത്? രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പണ്ടത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആർ യു റീഡിങ് പോസിറ്റീവ് ബുക്സ് ടു റിഫൈൻ യുവർ മൈൻഡ്? മനസ്സിനെ ഉത്തേജനപ്പെടുത്താൻ നിങ്ങൾ പോസിറ്റീവ് ബുക്സ് വായിക്കുകയാണോ, അതോ ടി വിയിലും പേപ്പറൊക്കെ വായിച്ച് ആകെ പ്രശ്നം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണോ? സോ റിഫൈനിങ് യുവർ സെൽഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദാറ്റ്. അത് ഞാനും എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉപദേശം തേടിക്കൊണ്ടേയിരിക്കണം. എന്തൊക്കെ മാറ്റം വരുത്തണം, എവിടെയൊക്കെ ചെയ്യണം. ഐ റീഡ് പോസിറ്റീവ് ബുക്സ് എവറി ഡേ. പ്രത്യേകിച്ച് ഞാനിങ്ങനെ ഒരു യൂട്യൂബറാണ്, മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന, ഇൻസ്പിറേഷണൽ ടോക്സ്, ലൈഫ് റീബിൽഡിംഗ് കോച്ച് ഒക്കെ ആകുമ്പോൾ ഐ ഹാവ് ടു റീഡ് ബുക്സ്. ഓൺലി റീഡിംഗ് ബുക്സ്? നോ, ഐ ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്. വിത്തൗട്ട് പ്രാക്ടീസിങ്, the process is learn, do, teach. First you learn, then you do, and then you teach. അല്ലാണ്ട് ലേൺ ടീച്ച് അല്ല, പ്രൊഫസർമാരല്ല, പഠിപ്പിക്കുന്ന ആൾക്കാരല്ല ലേൺ ചെയ്തിട്ട് ടീച്ച് ചെയ്തത്. വി ഹാവ് ടു ഡു ഇറ്റ് അവർ സെൽഫ്. സോ റിഫൈൻ യുവർ സെൽഫ്. എല്ലാവർക്കും ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണം എന്ന് ആഗ്രഹമുള്ളവരാണ്, എന്ത് ഫീൽഡും ആയിക്കോട്ടെ. സോ please take care of that. Refining, sharpening your axe. Just remember that story and refine yourself. Be a right person in your life. Be a role model to others. Have a happy life. Take care. Bye bye.